അപ്പൊ ഇത്രയും കാര്യങ്ങളോട് നടക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് ജൂൺ 20th ശേഷമാണ് വരുന്നതെങ്കിൽ ഈ ചാൻസ് ഒക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ചാൻസുകൾ, അതായത് ഈ നമ്മൾ കുട്ടികൾ ചോദിക്കുന്നു 10ാം ക്ലാസ് ഡിപ്ലോമ ഒക്കെ എടുക്കാൻ പറ്റും, 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിപ്ലോമ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സ്കിൽ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ട കോഴ്സുകൾ പഠിക്കും. പ്ലസ് ടു കഴിഞ്ഞു, ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവരിവൺ, ബാസ് ഡിഗ്രിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NUS ഏപ്രിൽ 2025 റിസൾട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്കറിയാം ഏകദേശം പ്ലസ് ടു കേരള ബോർഡിന്റെയും അതുപോലെ തന്നെ CBSE ഒക്കെ റിസൾട്ട് വന്നു. ഇനി നമ്മുടെ NUS റിസൾട്ട് കൂടെ വരാനുള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നതാണ്, സാർ ഈ റിസൾട്ട് ഒക്കെ വൈകി കഴിഞ്ഞാൽ നമ്മുടെ തുടർ പഠനത്തിനൊക്കെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് NUS റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തുടർ പഠനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സാധ്യതകളൊക്കെ നമുക്ക് അവൈലബിൾ ആവോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NUS ഏപ്രിൽ 2025 പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. അതിന്റെ എൻട്രി ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. 6000+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ എൻട്രിയിലോട്ട് വന്നത്. നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2000 ആയിരുന്നു. പക്ഷെ ഇത്രയും കുട്ടികൾ വന്നപ്പോൾ നമ്മളൊരു 6000+ സ്റ്റുഡൻസിനെ ഇതിലോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ടുള്ള നമ്മുടെ എൻട്രി ഒക്കെ ഏകദേശം ഫിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീക്കും കൂടെ നമ്മൾ അതിന്റെ എൻട്രി എടുക്കുന്നുള്ളൂ. ഈ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ക്ലോസിംഗ് ആണ്. അതായത് ന്യൂ ഇന്റർവ്യൂ നമ്മൾ എടുക്കത്തില്ല. പിന്നെ നമ്മുടെ നിലവിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂസ് മാത്രമേ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ ഒരു കോഴ്സിലോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ ഒരു കോഴ്സിലോട്ട് എൻറോൾ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ അപ്ഡേറ്റ്സുകളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ആക്സസും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിന്റെ ലേണിംഗ് ആപ്പിന്റെ ആക്സസ് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സോ കുട്ടികൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും അത് കിട്ടിയിട്ടുണ്ടാവില്ല. സോ തീർച്ചയായിട്ടും നമ്മളത് ഈ ഒരു വീക്കിൽ തന്നെ സോർട്ട് ചെയ്യും. മാത്രമല്ല ഈ വീക്കിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോയി തുടങ്ങും. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതായത് ഡിഗ്രി ഏതെടുക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് എങ്ങനെ ഒരു ഡിഗ്രി ഏതാണെന്ന് അറിയണം, ഏതാ ഡിഗ്രി എടുക്കണം എന്ന് മുൻകൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ മക്കൾ ഈ വീക്കും കൂടിയാണ് നമുക്ക് അതിലോട്ട് എൻട്രി എടുക്കാൻ പറ്റുക. സോ ഈ വീക്കിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇതിലോട്ട് അപേക്ഷിക്കുക. നമുക്ക് ഇതിലോട്ട് എൻട്രി അപ്ലൈ ചെയ്യേണ്ട നമ്പർ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ഈ നമ്പറിലോട്ട് ജസ്റ്റ് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുള്ള കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസിന്റെ എൻട്രി എടുക്കാൻ പറ്റും. സോ ഈ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂ എൻട്രീസ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബാച്ച് ഒക്കെ ഓൾമോസ്റ്റ് ഫിൽ ആണ്. സെക്കൻഡ് ബാച്ച് ഫിൽ ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ പുതിയ ബാച്ച് ഓപ്പൺ ആക്കുന്നില്ല. കാരണം നമുക്ക് 2 ബാച്ചിലായിട്ട് നമുക്ക് ഫുൾ സ്ട്രെങ്ത് കുട്ടികളാണ് നമ്മൾ ഈ ഒരു സൗജന്യ ക്ലാസ്സിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീക്കും കൂടിയാണ് നമുക്ക് ഇതിന്റെ ഒരു അഡ്മിഷൻ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ എല്ലാവരും അറിയിക്കുകയാണ്. സോ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, നമുക്ക് ഈ ഒരു പ്ലസ് ടു റിസൾട്ട് കേരള ബോർഡിന്റെ റിസൾട്ട് ഇതാ കഴിഞ്ഞ ആഴ്ച വന്നു. അതിന് മുമ്പ് നമ്മുടെ CBSE റിസൾട്ട് വന്നു. അങ്ങനെ എല്ലാ ബോർഡുകളുടെയും റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ NUSന്റെ റിസൾട്ട് മാത്രം എന്ന് വരുന്നതാണ് ചോദിച്ചത്. നമുക്കറിയാം റിസൾട്ട് ഏകദേശം ജൂൺ 20th ശേഷം, അതായത് ജൂൺ 2nd വീക്കിന് ശേഷമാണ് നമുക്ക് റിസൾട്ട് വരിക എന്നുള്ളത് കൺഫർമേഷൻ ആണ്. സോ ആ ഒരു ലാസ്റ്റ് ജൂൺ 20 ആ ടൈം ഒക്കെ ആയിരിക്കും. അതിന് മുമ്പ് വരും എന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം ഇതുവരെ നമുക്ക് ഈ ഒരു ടൈമിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ മുമ്പ് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ടൈം ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡേറ്റിൽ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലസ് ടു പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതും, അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാൻ പറ്റുമോ, ഇനിയിപ്പോ നമ്മുടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും എല്ലാ അഡ്മിഷൻസും സീറ്റൊക്കെ ഫുൾ ആവുമോ എന്നുള്ള കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ ഒരു അഡ്മിഷൻസ് ഒക്കെ തുടർ ഹയർ സ്റ്റഡീസ് എല്ലാ ഹയർ സ്റ്റഡീസ് കോഴ്സുകളുടെയും അഡ്മിഷൻ ക്ലോസ് ചെയ്യാനുള്ള കൺഫ്യൂഷനാണ് കുട്ടികൾക്കുള്ളത്. അപ്പൊ മക്കളെ നമുക്ക് ഈ ജൂൺ 20 റിസൾട്ട് എന്നുള്ളത് നമ്മൾ ഇതാ NUS പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, നമുക്കിപ്പോ അലോട്ട്മെന്റ് പ്രോസസ് നടക്കുന്നുണ്ടോ. ഇപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വരാൻ പോകുന്നത് കഴിഞ്ഞ് നമുക്ക് അലോട്ട്മെന്റ് പോകുന്നുണ്ട്. സോ അലോട്ട്മെന്റ് ഒക്കെ എന്താ വെച്ചാൽ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികൾ ഗവൺമെന്റ് റെഗുലർ ആയിട്ട് വരുന്ന കുട്ടികൾ കുറവാണ്. കാരണം നമുക്കറിയാം ഏജ് ബാരിയർ ഒക്കെ ഉള്ള ആളുകളാകുമ്പോൾ റെഗുലർ പോകാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്കറിയാം പ്ലസ് ടു സയൻസ് ഒക്കെ എടുത്തിട്ട് റെഗുലർ പഠിക്കണം ആഗ്രഹം കുട്ടികളൊക്കെ ഉണ്ടാവും. സോ കോളേജുകളിലോട്ട് റെഗുലർ പോകുന്ന ആഗ്രഹം കുട്ടികൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സാണ് അവിടെ വരുന്നത്. സോ ആ ഒരു അലോട്ട്മെന്റ് പ്രോസസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ സെൽഫ് ഫിനാൻസിലോട്ട് അഡ്മിഷൻ എടുക്കാൻ നോക്കുന്ന കുട്ടികൾ, അതായത് നമുക്ക് അറിയാം ആർക്കിടെക്ചർ അല്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗോ അതല്ലെങ്കിൽ മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലയിലോട്ടൊക്കെ പ്രൈവറ്റ് ആയിട്ട് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. റിസൾട്ട് വന്നിട്ട് വേണം ആ സീറ്റിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് വെച്ചേക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ട്. സോ ആ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ നടന്നു, ഡിഗ്രി കോഴ്സുകളോട്ട് ഡിപ്ലോമ കോഴ്സിലോട്ട് ഇപ്പൊ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കോളേജുകളും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. സോ അതൊക്കെ വരാൻ പോണ അപ്കമിംഗ് ഡേയ്സിലൊക്കെ അതിന്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളോട് നടക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് ജൂൺ 20 ശേഷമാണ് വരുന്നതെങ്കിൽ ഈ ചാൻസ് ഒക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ചാൻസുകൾ, അതായത് നമ്മുടെ സെൽഫ് ഫിനാൻസിലൊക്കെ സീറ്റ് ബുക്ക് ചെയ്ത കുട്ടികളോ അതേപോലെ തന്നെ ഈ അഡ്മിഷൻ ഡേറ്റ് ഒക്കെ ക്ലോസ് ചെയ്ത് പോകുക ഇതിന്റെയൊക്കെ ഡ്യൂ ഡേറ്റ് നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഡ്യൂ ഡേറ്റ് തീർന്നു പോകും, ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് നമ്മുടെ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു കാര്യമാണ് എനിക്ക് ഇന്നിവിടെ നിങ്ങളോട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തരാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു റിസൾട്ട് NUS റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇപ്പൊ കേരള ബോർഡ് CBSE റിസൾട്ട് വന്നെങ്കിൽ പോലും അവിടെ ഇനി സപ്ലിമെന്ററി എക്സാം നടക്കാണ്ട്. അതായത് കേരള ബോർഡിൽ +2 തോറ്റ കുട്ടികൾക്ക് അവർ തന്നെ ഒരു സപ്ലിമെന്ററി എക്സാം നടത്തുന്നുണ്ട്. സോ ആ സപ്ലിമെന്ററി എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഈ ഡ്യൂ ഡേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും കോഴ്സുകൾക്കൊക്കെ ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് ഒക്കെ വരാൻ ഇനിയും ഒരു 1 മന്ത് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജൂൺ 20 റിസൾട്ട് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു സാധ്യതകളും നശിപ്പിക്കില്ല, ഒരു സാധ്യതകളും അവിടെ നഷ്ടമാവില്ല. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സിലൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റിസൾട്ട് വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഡിഗ്രിയുടെ ഒക്കെ അഡ്മിഷൻസ് ഓപ്പൺ ആയിരിക്കും. സോ അതിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ലല്ലോ, അത് ക്ലിയർ ആയി. ഇനി നമ്മൾ കുട്ടികൾ ചോദിക്കുന്നു 10ാം ക്ലാസ് ഡിപ്ലോമ ഒക്കെ എടുക്കാൻ പറ്റും, 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് +2 കഴിഞ്ഞവർക്ക് ഡിപ്ലോമ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സ്കിൽ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് വേണ്ട കോഴ്സുകൾ പഠിക്കാനുള്ള കുട്ടികൾക്ക് അവർക്കും ഈ പറഞ്ഞ പോലെ അഡ്മിഷൻസ് ആ റിസൾട്ട് NUS റിസൾട്ട് വരുന്നത് വരെ നമുക്ക് ആ റിസൾട്ട് അഡ്മിഷൻസ് ഒക്കെ നടക്കും. അത് ഫില്ല് ആകത്തൊന്നുമില്ല, ഡോണ്ട് വറി, നമുക്ക് ആ ടൈമിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഈ കാര്യത്തിൽ നിങ്ങൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, +2 കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ, ഡിഗ്രി ഓപ്ഷൻ തന്നെ നമുക്ക് അറിയുന്നുണ്ടാവും. ഡിഗ്രിയിൽ മെഡിക്കൽ മേഖലയിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, മെഡിക്കൽ ഫീൽഡിലേക്ക്, അതായത് പക്ക നമുക്കറിയാം മെഡിസിൻ ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, പല MBBS BDS ഒക്കെ പോലത്തെ കോഴ്സുകളോ അതല്ലെങ്കിൽ പാരാമെഡിക്കൽ BSc നഴ്സിംഗ് BPharm ഒക്കെ പോലത്തെ പാരാമെഡിക്കലിലോട്ട് പോകണമെന്ന് പറഞ്ഞ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അതേപോലെ ടെക്നിക്കൽ ഫീൽഡിലോട്ട് പോകണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടൊക്കെ BTech BArcനോ ഒക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. സോ ഇവർക്കൊക്കെ അഡ്മിഷൻ ഡേറ്റ്, അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ്, ഇപ്പൊ നമുക്ക് BBA BCom BSW ഇങ്ങനെയൊക്കെയുള്ള ആർട്സ് കോഴ്സുകൾ അല്ലെങ്കിൽ BA പോലത്തെ കോഴ്സുകളൊക്കെ അഡ്മിഷൻ എടുക്കുന്ന ആഗ്രഹിക്കുന്ന കുട്ടികൾ NUS പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് ഈ പറഞ്ഞ എല്ലാത്തിലോട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആവും മക്കളെ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷമേ ഈ പറഞ്ഞ എല്ലാ അഡ്മിഷൻസും ക്ലോസ് ചെയ്യുള്ളൂ. അപ്പൊ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ റിസൾട്ട് വൈകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. റിസൾട്ട് ഒക്കെ ഓൺ ടൈമിൽ തന്നെ വരും. റിസൾട്ട് വന്നു കഴിയുമ്പോൾ വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പറഞ്ഞ കോഴ്സിലോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കുക. അപ്പൊ അതിനാണ് ഞാൻ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് എല്ലാ പ്രാവശ്യം നടത്താറുള്ളത്. പക്ഷെ എല്ലാ പ്രാവശ്യത്തിലും ഏറ്റവും വലിയ സക്സസ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ബാച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് 2 ബാച്ചും ഫില്ലായി. 6000+ സ്റ്റുഡൻസ് ആണ് നമുക്ക് ഇതുവരെ എൻറോൾ ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീക്കിൽ വരുന്ന എൻട്രി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7000 സ്റ്റുഡൻസ് ആയിരിക്കും നമ്മൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഉണ്ടാവുക. സോ ഇത്രയും കുട്ടികൾക്ക് ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ കോഴ്സ് ഏതാണെന്നുള്ളത് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇതിലോട്ട് വരുന്നത്. സോ മെഡിക്കലിലോട്ട് പോകണോ, പാരാമെഡിക്കലിൽ പോകണോ, ടെക്നിക്കൽ പോകണോ, എഞ്ചിനീയറിംഗിന് പോകണോ, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് പോകണോ, അതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് എന്നുള്ളത്. അപ്പോൾ അതിലോട്ട് ഈ ഒരു വീക്ക് ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്, നമുക്ക് ഈ ഒരു സാറ്റർഡേ വരെ നമുക്ക് ഇതിലോട്ട് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. സോ +2 പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് താഴെ നമ്മളിട്ട് ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് സീറ്റ് കൺഫേം ചെയ്തോളൂ. സോ ഈ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അഡ്മിഷൻസ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു മേഖലയിലോട്ടൊക്കെ നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അതിലോട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് കുട്ടികൾ ചോദിക്കുന്നുണ്ട് റെഗുലർ ആയിട്ടും ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് ഞാൻ പറയുന്നത് അധികം ഏജ് കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ റെഗുലർ ആയിട്ട് പോകാനുള്ള ചാൻസസ് തന്നെ ഉണ്ട്. നമുക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റും. പക്ഷേ അത്യാവശ്യം ഒരു ഏജ് ഒക്കെ ഉള്ള ആളുകളാകുമ്പോൾ തീർച്ചയായും കോളേജിൽ പോയി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒന്ന് ഏജ് ബാരിയർ ഉണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇനിയിപ്പോൾ സ്കൂളിൽ കോളേജിലോ പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. സോ അവർക്കാണ് ODL ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്നുള്ള ഈ ഒരു സംവിധാനം ഉള്ളത്. സോ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലൊക്കെ നമ്മൾ ODL-ലാണ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. അവിടെ നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഈ 2 യൂണിവേഴ്സിറ്റികളിലാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം 9 കോഴ്സുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BA സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സൈക്കോളജി, BBA BCom BSW, അതുപോലെ തന്നെ നമ്മുടെ BA മലയാളം. ഓക്കെ, ഇത്ര കോഴ്സുകളാണ് നമുക്ക് ഇഗ്നോയിൽ അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവായിട്ട് നമുക്ക് കോഴ്സുകൾ അവൈലബിൾ. ഈ 2 യൂണിവേഴ്സിറ്റികൾക്ക് ആണ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി. അതായത് ഇഗ്നോ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, കാരണം അതിൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡിഗ്രിയാണ്, കാരണം അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. സോ ഈ 2 യൂണിവേഴ്സിറ്റികൾ അല്ലാതെ മറ്റുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പോകാതിരിക്കുക, കാരണം അതിനൊക്കെ പോകുമ്പോൾ പിന്നീട് വാല്യൂ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. സോ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ അതിന്റെ അംഗീകാരങ്ങളോ അതിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി സേഫ്റ്റി ഉണ്ടാവും. പണ്ടൊക്കെ നമുക്ക് അറിയുന്നത് അണ്ണാമലൈ ഭാരതിയൊക്കെ പോലത്തെ ഡിഗ്രി ഒക്കെ ഉണ്ടാവും. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, മറ്റുള്ള യൂണിവേഴ്സിറ്റികളും സംസ്ഥാന യൂണിവേഴ്സിറ്റി എടുത്ത കുട്ടികളുണ്ടാവും. ഇപ്പൊ അവർക്കൊന്നും ഒരു വാല്യൂ ഇല്ലാതെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ടാവും. അത് UGCയുടെ ഒക്കെ പ്രശ്നങ്ങൾ, ജൂറിസ്ഡിക്ഷൻ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഇഗ്നോ മക്കളെ ആദ്യം പ്രിഫർ ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രീനാരായണ ഗുരു, ഈ 2 യൂണിവേഴ്സിറ്റി മാത്രം നിങ്ങൾ പോയാൽ മതി. ഡിസ്റ്റൻസ് ആയിട്ട് പോകുന്ന കുട്ടികളാണ് ഈ 2 യൂണിവേഴ്സിറ്റിയാണ് ബെറ്റർ ആയിട്ടുള്ളത്, ബെസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാവിധ ഇഗ്നോ ഒക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവിധ ലൈസൻസിന് വരെ യൂസ് ചെയ്യുന്ന കുട്ടികൾ യൂസ് ചെയ്യുന്നത് ഇഗ്നോ പോലത്തെ ഡിഗ്രികളാണ്. അതുകൊണ്ട് ഇഗ്നോ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ ശ്രീനാരായണ ഗുരു നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അത് എടുക്കാവുന്നതാണ്. സോ ഈ 2 ഡിഗ്രി കോഴ്സുകൾ തന്നെ പ്രിഫർ ചെയ്യുക, ഡിസ്റ്റൻസ് ആയിട്ട് പോകുന്നത്.
റെഗുലർ ആയിട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ഒക്കെ നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സീറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചോളൂ, കൺഫേം ആക്കി വെച്ചോളൂ. റിസൾട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് ഒക്കെ നോക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് സീറ്റ് ഒക്കെ മുൻകൂട്ടിയിട്ട് തന്നെ അതിന്റെ അഡ്മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് ആ ഒരു ടൈമിലൊക്കെ ഇപ്പോൾ നിങ്ങൾ വലിയ ബി ഫാമിനോ അല്ലെങ്കിൽ BSc നഴ്സിംഗിനൊക്കെ സീറ്റ് ചോദിച്ചു വെച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതെല്ലാം ആ ടൈമിൽ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാനും പറ്റും. എന്താണെങ്കിലും ഇതിന്റെ അഡ്മിഷൻസ് ഒന്നും എന്തായാലും ക്ലോസ് ആവുന്നില്ല, കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് ഒക്കെ ഓൺ ടൈമിൽ തന്നെ വരും. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. വന്നതിന് ശേഷം കുട്ടികൾക്ക് ഇതിനൊക്കെ സാധ്യതകൾ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രോബബിലിറ്റി ഒന്നല്ല, ഒരു പരീക്ഷ ഒന്നല്ല. കറക്റ്റ് ടൈമിൽ റിസൾട്ട് വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് +2 പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ തുടർ പഠനം ഈ വർഷം തന്നെ സാധ്യമാണോ എന്നുള്ളതാണ്. അതായത് റിസൾട്ട് NUSന്റെ ജൂൺ ലാസ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം തന്നെ ഡിഗ്രിക്കോ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമക്കൊക്കെ ഈ വർഷം തന്നെ തുടർ പഠനത്തിൽ പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു. തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമുക്ക് ഓൺ ടൈമിൽ റിസൾട്ട് വരും. മാത്രമല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ മേഖലയിലോട്ടും പോകാനുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആയിരിക്കും. ഒന്നും ക്ലോസ് ആവുന്നില്ല. ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ മക്കളെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ട്സുകളൊക്കെ എന്റെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുള്ള അറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരാം. NUS കോഴ്സുമായി ബന്ധപ്പെട്ടോ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ടോ ഡിഗ്രി കൂടുതൽ കൺഫ്യൂഷൻ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ വന്നാൽ അതിൽ തന്നെ ഏകദേശം എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ എന്നാൽ പോലും നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.